ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്പാനിഷ് ഓംലേറ്റ് ആണ്. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 പൊട്ടാറ്റോ ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുക. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടറും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോൻ്റെ മിക്സ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഒലീവ് ഓയിലോ ബട്ടറോ ചേർത്ത് ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി വളരെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. വെന്തതിന് ശേഷം നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.